വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ജമ്മു കശ്മീരിൽ നിന്ന് ഇപ്പോൾ വരികയാണ്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടനയുടെ തലവനെ ഇപ്പോൾ സേന വളഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. റെസിസ്റ്റൻസ് ഫ്രണ്ട് തലവനെ സൈന്യം വളഞ്ഞു എന്ന വിവരം പി ബസ്ന് ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. ജമ്മു കശ്മീരിൽ സേനാ വിഭാഗങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമം നടത്തുകയാണ്. അതിനിടയിലാണ് കുൽഗാമിലെ തങ്മാർഗിൽ ഭീകര വകവരുത്താനുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. റെസിസ്റ്റൻസ് ഫ്രണ്ട് തലവനെ സൈന്യം വളഞ്ഞു എന്നതാണ്. TRF തലവനെ സൈന്യം വളഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ CRPFന്റെയും കരസേനയുടെയും ജമ്മു കശ്മീർ പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷൻ നടക്കുന്നു. പി ബസ് ചേരുന്നു. ബസന്ത്, ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് തലവനെ സൈന്യം വളഞ്ഞു എന്ന വളരെ പരമപ്രധാനമായ ഒരു വിവരം, നമ്മുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇപ്പോൾ ബസ് പങ്കുവയ്ക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയും? രതീഷ്, തങ്മാർഗിലെ കുൽഗാമിൽ നടക്കുന്ന ഓപ്പറേഷനിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ട് തലവൻ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളൊരു സംശയമുള്ളത്. അവിടെ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. സൈന്യം കൂടുതൽ സേനയെ അവിടെ വിന്യസിച്ചിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് പഹൽഗാമിലെ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളാണ്, പക്ഷേ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനാണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും തങ്മാർഗിൽ ഒരു മണിക്കൂർ മുമ്പാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. CRPFും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും കരസേനയും ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനെ സൈന്യം ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത് എന്നാണ്. ഏതാനും ഒന്നിലധികം ഭീകരർ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ന് രാവിലെ ബാരമുള്ളയിൽ 2 ഭീകരരെ വധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തങ്മാർഗിലും സേന ഭീകരർക്ക് നേരെയുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാമിലെ 4 ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ സേന ശക്തമാക്കിയിരിക്കുകയാണ്. അവിടെ വലിയ തോതിലുള്ള തെരച്ചിലാണുള്ളത്. ആ മേഖല മുഴുക്ക സൈന്യം വളഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള വിനോദസഞ്ചാരികളെ പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ, തീവ്രവാദ സംഘടനയുടെ, ലഷ്കർ എ തോയ്ബയുടെ നിഴൽ സംഘടനയെ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയുടെ തലവനെ വളഞ്ഞിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പി ബസ്നാണ് ആ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 5 വർഷമാകുന്നതേ ഉള്ളൂ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ പേര് പലയിടത്തും പരാമർശിക്കപ്പെട്ട് കേട്ടിട്ട്. 2020 ഏപ്രിൽ 1 ഉണ്ടായ ആക്രമണത്തിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു, TRF ആയിരുന്നു എന്നത് അന്ന് വ്യക്തമായി. കുപ്വാരയിലായിരുന്നു അന്ന് കെരാൻ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്കടുത്ത് 4 ദിവസം ഏറ്റുമുട്ടൽ നടന്ന 5 ധീരജവാന്മാർക്ക് അന്ന് ജീവൻ നഷ്ടമായി. 5 തീവ്രവാദികളെയും വധിച്ചു. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലഷ്കർ എ തോയ്ബയുടെ നിഴൽ സംഘടന എന്ന നിലയിൽ സജീവമായ സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിലായിരുന്നു നിരപരാധികളെ വധിച്ചത്. അവിടെ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് സൈന്യമെന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് വരുന്നത്.